നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് സീതാർകുണ്ട്. അപ്പോൾ ഞങ്ങളെന്ന് വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അങ്ങോട്ട് പോകാമെന്നും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിന്ന് പോകാൻ പറ്റില്ല എന്നാണ് ഗൈസ് വിചാരിച്ചത്. ബിക്കോസ് ഇവിടെ പാലക്കാട് ഒത്തിരി ദിവസമായിട്ട് ഒരേ മഴയും കാറ്റും ഫുൾ അലമ്പായിരുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നും പോകാൻ പറ്റില്ല എന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, രാവിലെ എണിച്ചപ്പോൾ നല്ല വെയിലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചില്ലടിച്ചിട്ട് നേരെ വിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വിട്ടു ഗൈസ്. അവിടെ പോയതും നല്ല മൂടൽമഞ്ഞും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ കൂടെ കളറാക്കി. അങ്ങനെ ഞങ്ങൾ ഫുൾ വൈബായി ഗൈസ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ മേലെ എത്തിയപ്പോഴാണ് ഗൈസ് ഫുൾ ഡാർക്കായത്. ബിക്കോസ് നമുക്ക് താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല, അവരവിടെയൊക്കെ കെട്ടി ബ്ലോക്കാക്കി വെച്ചു ഗൈസ്. അതൊരു സങ്കടം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം സെറ്റാണ്. നമുക്ക് ആകെപ്പാടുണ്ടായിരുന്ന സങ്കടം നമുക്ക് വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല. ആകെപ്പാട് ആ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കളർ ഓൺ കളറായിരുന്നു. ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ വേറെ സ്പോട്ടിൽ വന്നത് ഇവിടെ എന്തുമാതിരി കുട്ടി കൊടുത്തിട്ട് വെള്ളം വരുന്നതെന്നറിയോ. നോ രക്ഷ കേസ്. നമുക്ക് എന്തായാലും റിസ്ക് എടുത്ത് ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാതെ പോവാണ് കേസ്. നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സങ്കടവും പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് നമ്മുടെ വൈബ് മാച്ച് ആയിട്ടുള്ളൊരു അങ്കിളെ കണ്ടത്. അപ്പോൾ നമ്മൾ വിടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അങ്കിളിലൂടെ കുറേ നേരം സോറിയും പറഞ്ഞ് വൈബ് ചെയ്തിങ്ങനെ ഇരിക്കാൻ വിചാരിച്ചു ഗൈസ്. അങ്ങനെ അതും കഴിഞ്ഞപ്പോഴാണ് വയറ്റിലെന്തോ ഒരു സൗണ്ട്. സമയം 4 മണിയായി. ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ വയറ് നമ്മളോടത്ത് ചീത്ത പറയില്ല. അങ്ങനെ നമ്മൾ വിചാരിച്ചു നേരെ പോയി ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒറ്റമല്ല നേരെ വിട്ട് ഫുഡ് കഴിക്കാം. ഫുഡാണെങ്കിൽ ഒരു ഓക്കെ സാധനമായിരുന്നു ഗൈസ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം ഗൈസ്. പാവം പാമ്പ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം എത്തിയപ്പോൾ നല്ല മഴ. എന്നാൽ പിന്നെ ഒരു ചായ ആവാല്ലേ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കേക്കൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് സമയമായി വീട്ടിൽ പോകണം. ഇനി വൈകി അമ്മ വീട്ടിൽ കിട്ടൂല. എന്നാൽ പിന്നെ പോവാല്ലേ. അപ്പോൾ ശരി ഗൈസ്, ബൈ.